മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 16-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി MT നജീബാണ് നമ്മോടൊപ്പം ഉള്ളത്. മാറഞ്ചേരിയുടെ ജീവകാരുണ്യ സാംസ്കാരിക മേഖലയിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള നജീബ് രാഷ്ട്രീയ രംഗത്ത് പുതിയൊരു കാൽവെപ്പാണല്ലോ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലാണ് പുതിയൊരു കാൽവെപ്പ് എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ ആദ്യമായാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ KSUവിലൂടെ പ്രവർത്തിക്കുകയും അതിനുശേഷം മറ്റ് സംഘടനകൾ, അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് വെളിയങ്കോട് ഹൈസ്കൂളിൽ നിന്ന് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ KSUവിന് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോളേജ് ജീവിതത്തിൽ പൊന്നാനി MES കോളേജിൽ യൂണിറ്റ് ട്രഷററായും 2ാം വർഷ BA പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായും സോവനീർ കമ്മിറ്റിയുടെ കൺവീനറായും ആയി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് പൊന്നാനി താലൂക്ക് കമ്മിറ്റി, KSUവിന്റെ താലൂക്ക് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ആദ്യം ട്രഷററായിരുന്നു, പിന്നീട് വൈസ് പ്രസിഡന്റായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പ്രവാസ ലോകത്തേക്ക് പോണത്. പിന്നെ പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനകളിലും അതോടൊപ്പമുള്ള സാമൂഹ്യ സേവന രംഗത്തുമൊക്കെ സജീവമായിരുന്നു. പിന്നീട് ഇപ്പോൾ പ്രവാസം മതിയാക്കി നാട്ടിൽ സ്ഥിരമായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായി. ഇവിടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും സജീവമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പുതിയതാണ്, അല്ലെങ്കിൽ ഒരു പാർലമെന്ററി രംഗത്ത് ആദ്യമായാണ് മത്സരിക്കുന്നത് എങ്കിലും ആ മേഖല എനിക്കൊരു പുതിയ മേഖല അല്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം, നിങ്ങളുടെ വാർഡിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എവിടം വരെയായി, എങ്ങനെയാണ് അതൊക്കെ പോകുന്നത്? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. നല്ല ശക്തമായ ഒരു ടീം, 16-ാം വാർഡിന്റെ ഒരു ടീം എൻ്റെ കൂടെ ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ടത്, സാധാരണ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു അസ്വാഭാവിക പ്രതികരണങ്ങളോ അതല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം കോൺഗ്രസിൽ അത് ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്, അതൊരു സ്വാഭാവികമാണ്. പക്ഷെ അതുപോലും ഇന്ന് വരെ അങ്ങനത്തെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ഏകകണ്ഠമായി ആണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പോലും അവർ അംഗീകരിച്ചത്. ഞാൻ ആദ്യമായി എടുത്തൊരു നിലപാടും അത് തന്നെയായിരുന്നു. ആരെങ്കിലും മത്സരരംഗത്ത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ മത്സരിച്ചോട്ടെ, ഐക്യകണ്ഠേന ആണെങ്കിൽ മാത്രം മതി എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ, ഏറ്റവും ഉഷാറായ രീതിയിലാണ് പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഈ പ്രചരണത്തിന്റെ 1-ാം ഘട്ടം പൂർത്തിയായോ അതോ 2ാം ഘട്ടം എങ്ങനെയാണ്? ഇനി അനുബന്ധമായിട്ട് കൺവെൻഷൻ, കുടുംബയോഗം, ഇങ്ങനെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും 1-ാം ഘട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ കുടുംബയോഗങ്ങളിലേക്കും അതുപോലെ തന്നെ വാർഡ് കൺവെൻഷനിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പൊ ഇനി ആകെ നമുക്ക് മുന്നിലുള്ളത് 10 ദിവസമാണ്. എന്തായാലും ആരോഗ്യകരമായ ഒരു മത്സരമാണല്ലോ ജനാധിപത്യത്തിൽ അഭികാമ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും അതിന്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. തികച്ചും ആ വാർഡിലുള്ള ജനങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഒരുപാട് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 25 വർഷക്കാലം ഒരു മെമ്പറായി ഇരുന്നിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഒരു വാർഡിന് ലഭിക്കേണ്ട പരിഗണന പോലും അവിടെ ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, കത്താത്ത തെരുവിളക്കുകൾ, തെരുവുനായ ശല്യം, ആരോഗ്യരംഗത്ത് ഒരു കാൽവെപ്പ് 16-ാം വാർഡിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറ്റു ഭൗതിക രംഗത്തും ഒരു കാൽവെപ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വിളിച്ചാൽ പോലും ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു മെമ്പർ ആയിരുന്നു എന്നുള്ള പരാതിയാണ് അവിടെ നിന്നും പല ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. അതിന് ജനങ്ങളുടെ സപ്പോർട്ട് വേണം. അവരുടെ കൂടി പിന്തുണയോടുകൂടി അത് മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പൊ ആ വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ? എന്താണ് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ടാവില്ല? എന്താ? തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ആ വാർഡിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കാണുന്നത് സഞ്ചാരയോഗ്യമല്ലാത്ത, അതായത് സാധാരണ ജനങ്ങൾ സഞ്ചരിക്കുന്ന സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ അത് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. രണ്ടാമതായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാർഡിന്റെ പല ഭാഗത്തും ഉള്ളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു തെരുവ് വിളക്ക് പോലും ഇല്ലാതെ ഈ പാടവും അതുപോലെ തന്നെ മറ്റ് നമുക്കറിയാലോ ഉൾപ്രദേശത്തുള്ള അത്തരം പ്രദേശങ്ങളിൽ ഒരു തെരുവ് വിളക്ക് പോലും ഇല്ലാതെ ഇരുട്ടത്ത് അവർ നടന്നു പോകുന്നത് നേരിൽ കണ്ട ഒരാളാണ് ഞാൻ. അപ്പൊ അത്തരം ഭാഗങ്ങളിലേക്കൊക്കെ തെരുവ് വിളക്കുകൾ, അതായത് പ്രകാശം എത്തിക്കുക
അതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. മാത്രമല്ല ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള തെരുവ് നായകളുടെ ശല്യം, അത് ഈ ലൈറ്റ് വന്നാൽ ഏറെക്കുറെ നമുക്കത് പരിഹരിക്കാൻ കഴിയും. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ കഴിയും? ഇതോടൊപ്പം എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത് 16-ാം വാർഡില് പഠനത്തിന് താല്പര്യം ഉണ്ടായിട്ടും പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും സാമ്പത്തികമായും മറ്റു ഭൗതിക സൗകര്യങ്ങളില്ലാത്ത ഒട്ടനവധി പേരെ എനിക്ക് കാണാനിടയായി. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അപ്പൊ അതുമായി ഞാൻ മുന്നോട്ട് പോകും. പിന്നെ ആരോഗ്യരംഗത്തൊക്കെ അനുബന്ധമായിട്ട് വരുന്നതാണ്. പഠിക്കുക, നല്ല തലമുറയെ സൃഷ്ടിക്കുക, ഒരു വളർന്നു വരുന്ന തലമുറ ലഹരിയിൽ നിന്നൊക്കെ വിമുക്തമായി ഒരു സമൂഹത്തിനും നാടിനും ഏത് രാഷ്ട്രീയക്കാരനായാലും ഗുണകരമാകുന്ന രീതിയിൽ അവർ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 16-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ജിതിൻ രാജാണ്, DYFIയുടെ മേഖല വൈസ് പ്രസിഡന്റാണ്, ഇവിടുത്തെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്, ഒരു യുവമുഖമാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ, എങ്ങനെ പോകും? വളരെ ആവേശത്തിലാണ് ഈ പ്രദേശം തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഈ വാർഡും പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്ന പോലെ തന്നെ ഈ വാർഡിനെ എന്നും പിന്തുണച്ച ഒരു പ്രദേശമാണ് LDF-ന് വേണ്ടിയിട്ട്. ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രചരണം എങ്ങനെ, 1-ാം ഘട്ടമൊക്കെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയോ, എങ്ങനെയാണ്? അല്ല, 2 വട്ടം ഞങ്ങൾ മുഴുവനായിട്ടും 2 വട്ടം പൂർത്തീകരിച്ചു. ഇത് 3-ാം ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അനുബന്ധമായിട്ട് ഇനി കുടുംബയോഗങ്ങളോ അല്ലെങ്കിൽ കൺവെൻഷൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയാണ്? വളരെ ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ LDF-ന് കൺവെൻഷൻ കഴിഞ്ഞു. ഈ വരും ദിവസങ്ങളിൽ കുടുംബയോഗങ്ങളുള്ള പ്ലാനിംഗ് ഉണ്ട്. അതൊക്കെ അതിന്റെ മുറയ്ക്ക് വൃത്തിയായിട്ട് നടക്കും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു കന്നി അംഗമാണല്ലോ, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുക? തെരഞ്ഞെടുപ്പ് മാത്രമേ കന്നിയുള്ളൂ ഈ പ്രദേശത്ത്. ഞാനൊരു പുതുമുഖമല്ല. ഇവിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരാളല്ല ഞാൻ. കഴിഞ്ഞ കുറെ വർഷക്കാലമായിട്ട് ഈ പ്രദേശങ്ങളെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്കിടയിൽ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതൊരു പുതിയൊരു സംഭവമായിട്ടും തോന്നുന്നില്ല. ഈസിയാണ്. എന്നാലും ആദ്യമായിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്, ഒരു മത്സരത്തിന് സ്ഥാനാർത്ഥിയാവാന്നുള്ളത് ആദ്യമായിട്ടാണല്ലോ. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഈ മാറഞ്ചേരിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ പാർട്ടി അതെന്നെ ഏൽപ്പിച്ചപ്പോൾ അത് സന്തോഷമുണ്ട്. അതിന്റെ ഒരു അനുഭവം പുതിയതാണ്, എക്സ്പീരിയൻസ് പുതിയതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ 16-ാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിലെ വികസന പദ്ധതികൾ? താങ്കളുടെ ഒരു ഐഡിയൽ അല്ലെങ്കിൽ വിഷനായിട്ട് ഉണ്ടാവില്ലേ? എന്താണ്? തീർച്ചയായിട്ടും അത് ഞാൻ ഇവിടുത്തെ ഒരു മെമ്പർ ആയിക്കഴിഞ്ഞാൽ ഈ വാർഡിന്റെ ജനങ്ങളുടെ അഭിപ്രായം തേടി അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് അതിനൊരു രൂപരേഖ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോ ഈ 16-ാം വാർഡിലെ വോട്ടർമാരോട് എനിക്ക് ഒരൊറ്റ അഭ്യർത്ഥനയുള്ളൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു ഇവിടെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ 5 വർഷക്കാലങ്ങളും എന്നെ തെരഞ്ഞ് നിങ്ങൾക്ക് മറ്റൊരു വാർഡിലേക്ക് വരേണ്ടി വരില്ല. നിങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. എന്നെ എന്റെ ചിഹ്നമായ ചുറ്റിക്കാരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.